Hello, Ashwini. Hello. അശ്വതി ഓക്കെ അല്ലേ? ഹലോ സർ. അശ്വതി കേൾക്കുന്നില്ലേ? ഓക്കെ. എല്ലാവരോടും ജോയിൻ ആവാൻ പറയാം. എനിക്ക് ലാപ്പിൽ കറക്റ്റായിട്ട് നെറ്റ് കിട്ടുന്നില്ല, അതാണ് എൻ്റെ പ്രശ്നം. സർ, ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഒന്ന് മെസ്സേജ് ഇടും കേട്ടോ. ഗ്രൂപ്പിലിടെ ഞാൻ ഫോണൊന്നും എടുക്കുന്നതുകൊണ്ട്. ഓക്കെ അനുശ്രീ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത 4th മോഡ്യൂളാണ്. 4th മോഡ്യൂളിൽ എല്ലാവരും ഒന്ന് ജോയിൻ ആവട്ടെ കേട്ടോ, ഒന്ന് വെയിറ്റ്. അനുശ്രീ, ആൽഫ ബീറ്റ പ്രൂണിങ് മനസ്സിലായോ അനുശ്രീ? സാർ കുറെ ദിവസമായില്ല, മറന്നുപോയി. സാർ ഒന്നത് റിവൈസ് ചെയ്യുക. അന്നേരം ഓർമ്മ. അനുശ്രീ കേട്ടില്ല. സാർ കുറച്ച് ദിവസമായില്ലേ ക്ലാസ് കഴിഞ്ഞിട്ട്, അപ്പൊ മറന്നുപോയി. ആൽഫ ബീറ്റ പ്രൂണിങ് ഒന്ന് റിവൈസ് ചെയ്യൂ സാറ്. ഓക്കെ സാർ. ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, അപ്പോൾ അതുകൊണ്ട് ഒന്ന് റിവൈസ് ചെയ്ത് തരാം. സാർ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4th മോഡ്യൂൾ, അപ്പോൾ 4th മോഡ്യൂളിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അതിൽ 2 പാർട്ടാണ്. അപ്പോൾ സിമ്പിൾ മോഡ്യൂളാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് എന്തായാലും ഇതിനകത്താണ് ക്വസ്റ്റ്യൻ വരിക. അതായത് 2 പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ബേസിക് ഗെയിമിംഗ് കൺസെപ്റ്റ് ഒക്കെ, നിമ്മിൻ്റെ ഗെയിമും അതൊക്കെ, പിന്നെ മിൻമാക്സ് സെർച്ച്, പിന്നെ ആൽഫ ബീറ്റ പ്രൂണിങ്. അപ്പോൾ എപ്പോഴും ആൽഫ ബീറ്റ പ്രൂണിങ് എന്നാണ് ക്വസ്റ്റ്യൻ വരാറ്. എപ്പോഴും ആൽഫ ബീറ്റ പ്രൂണിങ് എന്നാണ് ക്വസ്റ്റ്യൻ വരിക. നമുക്ക് ആൽഫ ബീറ്റ പ്രൂണിങ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ആൽഫ ബീറ്റ പ്രൂണിങ്ങിൽ നമ്മൾ കുറച്ച് ദിവസമായി ക്ലാസ് ഇല്ല എന്നിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് തരാം. ഞങ്ങൾക്ക് അസൈൻമെന്റ് തന്നിരുന്നു. നിങ്ങൾ കുറേ പേര് ഓക്കെ. ഞാൻ മൊബൈൽ യൂസ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഓക്കെ, ഈ ഒരു പ്രോബ്ലമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ആൽഫ ബീറ്റ പ്രൊസീജിയറാണ്, ആൽഫ ബീറ്റ പ്രൂണിങ്. ഇവിടെ വാട്ട് ഇസ് ദ യൂസ്, ആൽഫ ബീറ്റ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാം. നെക്സ്റ്റ് നമ്മൾ ഇതിൽ ഈ ഒരു അൽഗോരിതാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു റെഡ് കളറിലെ അൽഗോരിതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഒരു അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് നമുക്കിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ബേസിക്കായിട്ട് എന്താ ചെയ്യുന്നത് നോക്കി. അതായത് 2 ഫങ്ഷൻസ് ഉണ്ട്, മാക്സ് വാല്യൂ, നെക്സ്റ്റ് മിൻ വാല്യൂ. അപ്പം മാക്സ് വാല്യൂ എന്ന് വെച്ചാൽ മാക്സ് നോഡിന് കറസ്പോണ്ടിങ് ആണ്. അതായത് ഒരു മാക്സ് നോഡിനെ കോൾ ചെയ്താൽ
മാക്സിനോട് എന്ത് പെർഫോം ചെയ്യണമെന്നാണ് മാക്സ് വാല്യൂ ഫംഗ്ഷൻ പറയുന്നത്. സിമിലർലി നെക്സ്റ്റ് ഉള്ള മിൻ വാല്യൂ ആണ്. ഓക്കെ, മിൻ വാല്യൂ. അപ്പോൾ ഈ മാക്സ് വാല്യൂ മിൻ വാല്യൂ എന്ത് ചെയ്യും? ഇൻട്രാക്ട് ചെയ്യും. അതായത് മാക്സ് വാല്യൂ മിൻ വാല്യൂവിനെ കോൾ ചെയ്യും. നമുക്കിപ്പോൾ ഇവിടെ നോക്കുകയാണെന്ന് മനസ്സിലാവും. രണ്ടിൻ്റെയും ബേസിക് സ്ട്രക്ചർ ഒന്ന് നോക്കുക. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ത് ചെയ്യും? അത് ടെർമിനൽ നോഡാണോ എന്ന് ചെക്ക് ചെയ്യും. ടെർമിനൽ നോഡാണെങ്കിൽ എന്ത് ചെയ്യും? അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന വാല്യൂ ഉണ്ടല്ലോ അത് റിട്ടേൺ ചെയ്യും. എന്നിട്ട് അല്ലെങ്കിൽ ഓക്കെ വി ഈസ് ഈക്വൽ ടു എന്താക്കും? ഇപ്പം മാക്സ് നോഡാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യും. ഇത് നോട്ട് ചെയ്യുക, വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി മാക്സ് നോഡ് ആണെങ്കിലാണ്. സിമിലർലി നെക്സ്റ്റ് എന്ത് ചെയ്യും? ലീഫ് നോഡ് അല്ലെങ്കിലാണ് പറയുന്നത്. ലീഫ് നോഡ് ആണെങ്കിൽ വാല്യൂ റിട്ടേൺ ചെയ്യുക, ലീഫ് നോഡ് അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആക്കുക. നെക്സ്റ്റ് അതിൻ്റെ ചൈൽഡ്സിനെ കൺസിഡർ ചെയ്തിട്ട് ചൈൽഡ്സിന് എന്ത് ചെയ്യുക? കോൾ ചെയ്യുക. ഇപ്പോൾ അതിൽ ഒരു ചൈൽഡിനെ എടുക്കുക, എന്നിട്ട് ആ ചൈൽഡിനെ യൂസ് ചെയ്തിട്ട് ഇതിനെ കോൾ ചെയ്യുക. ഇവിടെ വി ഡാഷ് ഈസ് ഈക്വൽ ടു മിൻ വാല്യൂ ഓഫ് സി കോമ ആൽഫ കോമ ബീറ്റ എന്നാണ്. അപ്പോൾ കറണ്ട് ആൽഫ ബീറ്റ സി വാല്യൂ ചൈൽഡിൻ്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് മിന്നിനെ കോൾ ചെയ്യും. അപ്പോൾ മിന്ന് സിമിലർ പ്രൊസീജിയർ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു മാക്സിനോട് വേറെ എന്താ ചെയ്യുന്നതെന്ന് ഇവിടെ ഉണ്ട്. അതായത് മിന്നോടൊരു വാല്യൂ റിട്ടേൺ ചെയ്താൽ വി ഡാഷിലാണ് ഉണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യും? വി ഡാഷ് ഗ്രേറ്റർ ദാൻ വി ആണെങ്കിൽ വി ഈസ് ഈക്വൽ ടു വി ഡാഷ് സെറ്റ് ചെയ്യും. വി ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ റിട്ടേൺ 0 ചെയ്യും. ഓക്കെ, റിട്ടേൺ 0 ചെയ്യും. റിട്ടേൺ വി ചെയ്യും. വി ഡാഷ് ഗ്രേറ്റർ ദാൻ ഇൻഫിനിറ്റി ആൽഫ ആണെങ്കിൽ എന്ത് ചെയ്യും? ആൽഫ ഈക്വൽ ടു വി ഡാഷ് എന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കണം. മാക്സ് നോഡിൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഈ സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യും. സിമിലർലി മിന്നോടും ഈ കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ്. നെക്സ്റ്റ് ഇതിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അതെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലമാണ് ഇങ്ങനെ ഒരു ട്രീ തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും? ആൽഫ ബീറ്റ പ്രൂണിങ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇവിടെ ഇനീഷ്യലി വിയുടെ വാല്യൂ എന്താണ്? ഇനീഷ്യലി വി എന്താണ്? വിയുടെ വാല്യൂ മാക്സ് നോഡാണെങ്കിൽ എന്ത് സെറ്റ് ചെയ്യും? അതുപോലെ ആൽഫ എന്താണ്, ബീറ്റ എന്താണ്, അത് സെറ്റ് ചെയ്യുക, എന്നിട്ട് കോൾ ചെയ്യുക. ഇത് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഞാനത് വീണ്ടും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. പ്രൂണിങ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എക്സാമിന് ഷുവറായിട്ടും ഈ സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ വരും, ആൽഫ ബീറ്റ പ്രൂണിങ്ങിന് ക്വസ്റ്റ്യൻ വരും. അധികം ഡിഫിക്കൽട്ട് ഒന്നല്ല, അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 5th മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ 5th മോഡ്യൂളിൽ നിന്ന് ഞാനൊരു ഓവർവ്യൂ തരാം. ഓക്കെ, മോഡ്യൂൾ 5 ആണ്. മോഡ്യൂൾ 5ൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസെപ്റ്റ് ലേണിംഗ് ആണ്. അതായത് ഒരു ലെങ്തി മോഡ്യൂളാണ് മോഡ്യൂൾ 5. നമ്മൾ കൺസെപ്റ്റ് ലേണിംഗ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ കൺസെപ്റ്റ് ലേണിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നിങ്ങൾക്കിപ്പോൾ മെഷീൻ ലേണിങ്ങിൽ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് എന്താണ്? ഡിഫറെൻ്റ് ഒബ്ജക്ട്സ് തന്നു, ആ ഡിഫറെൻ്റ് ഒബ്ജക്ട്സ് എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യുക. അപ്പോൾ ആ റെക്കഗ്നൈസേഷൻ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണ്? കൺസെപ്റ്റ് ലേണിംഗ് എന്നൊരു ഇതാണ്. കൺസെപ്റ്റ് ലേണിംഗ് അൽഗോരിതംസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ തരാം. Given some examples of some concept such as car, book, etc., the learning algorithm attempt to
inferred definition that will allow the learner to correctly recognize future instances of that concept. അതായത് ഒരു കൺസെപ്റ്റ് ലേൺ ചെയ്തെടുക്കുക. അതായത് ആദ്യം ഇപ്പം കാറ്, ബുക്ക്, ഇതൊക്കെ ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ ആ കൺസെപ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുക എന്നതാണ് ടാസ്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വേരിയസ് അൽഗോരിതംസ് യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ മെഷീൻ ലേണിങ്ങിൽ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്. അതായത് എന്തൊക്കെയാണ്? നിങ്ങൾ ഡിസിഷൻ ട്രീ പഠിച്ചിട്ടുണ്ട്. ഡിസിഷൻ ട്രീയുടെ അവിടെയാണ് ഏത് അൽഗോരിതം പഠിച്ചത്? ID3. ഓക്കെ, ഇവിടെ കണ്ടു ID3 അൽഗോരിതം ഉണ്ട്. അപ്പോൾ ID3 എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ഡിസിഷൻ ട്രീ യൂസ് ചെയ്തിട്ട് ഒരു കൺസെപ്റ്റ് ലേൺ ചെയ്യുന്ന മെത്തേഡാണ്. സിമിലർലി നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യാം? ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്ക്, അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ സെമ്മിൽ പഠിക്കുന്നത് വേർഷൻ സ്പേസ് സെർച്ച് എന്നതാണ്. ഇവിടെ കാണാം. അതായത് കൺസെപ്റ്റ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കൺസെപ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതാണ്? വേർഷൻ സ്പേസ് സെർച്ച് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേർഷൻ സ്പേസ് സെർച്ച് എന്നൊരു കൺസെപ്റ്റ് എന്നൊരു അൽഗോരിതം വേർഷൻ സ്പേസ് സെർച്ച് എന്നൊരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ID3 നമ്മൾ പഠിക്കുന്നില്ല. ID3 നമ്മൾ നമുക്ക് ഈ മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഈ 3 അൽഗോരിതംസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത്. ഓക്കെ, അതായത് ഈ അൽഗോരിതം ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരികയാണ്. നമ്മൾ ഒരു ലെങ്തി മോഡ്യൂളാണിത്. അപ്പോൾ ആ മോഡ്യൂളിൽ എന്തൊക്കെ നമ്മൾ പഠിക്കണമെന്നതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായ ഐഡിയ ഉണ്ടാക്കുക. ഓക്കെ, ഫോർത്ത് മോഡ്യൂൾ വളരെ സിമ്പിളായ ഒരു മോഡ്യൂളായിരുന്നു, വളരെ ഷോർട്ടായ മോഡ്യൂളായിരുന്നു. സോ now the fifth module is very lengthy. Okay, in that module we want to study this concept. Okay, version space search and the first part. So in the first part, what is version space search, what is version space, we will discuss. This is version space. Okay, this is a version space, and first we will just familiarize this concept, what is version space, etc. Then we will discuss various version space search algorithms. I told already there are 3 algorithms. One is specific to general concept search, another is general to specific search, and another is candidate elimination algorithm. Okay, in the university exams they will ask direct questions. Write the algorithm for specific to general concept search, write the algorithm for general to specific to general, and a candidate elimination algorithm. So we want to study these algorithms, and using that algorithms we want to solve some problems. Okay, this type of problems also we want to discuss. This is general to specific search. One minute. Okay, next is specific to general search. Basically you can think what is general to specific means, this is the concept. Okay, you can note this figure. Okay, that is this is the concept. The top portion is the most general hypothesis and the bottom portion is most specific hypothesis. So what is specific to general search? The direction of the search will be in the upward direction. Okay,
Specific to general search means the direction of search is in the upward direction, and you can just note this figure. Okay, this figure. Okay, this figure. Most general hypotheses are always in the top, and most specific hypotheses are in the bottom. Okay, in the bottom. So what is the between the portion is called the concept space, and to find a solution we will search the concept space. So there are one method is search from the bottom to top, that is called specific to general search. Another approach is search for a solution from top to bottom, that is general to specific search. And another is candidate elimination algorithm. It is a combination of both methods. So these are the different methods we want to study. So there is a concept space. On that concept space, we want to apply this method. One is specific to general concept search, another is general to specific to general, general to specific, then candidate elimination algorithm. There are three methods. We want to study the all algorithms and the methods. Then the next portion we will study what is connectionalist learning, connectionalist and backpropagation learning. This topic we already studied. Okay, we already studied what is a neural network, artificial neural network, that topics. Okay, so it will be very simple for you. Okay, it will be very simple for you because this topic we already studied. What is a neural network, a simple artificial neural network, then perceptron learning rule, different activation functions. You studied several times because in the soft computing also you studied these topics. Okay, then this backpropagation network architecture. Okay, this backpropagation network architecture, then activation function used, then this algorithm. Okay, this already you studied. This is another part. Okay, this is the second part, and in the third part we want to study. Social and emergent models of learning. Okay, we want to study social and emergent models of learning. This is another concept. Okay, in that concept we want to study the genetic algorithm. Okay, you already studied the basics of genetic algorithm in the soft computing subject. Okay, we want to study that concepts, those concepts, genetic algorithm approach. Okay, genetic algorithm approach and basic genetic algorithm approach. This already I studied and the soft computing module, soft computing subject. Okay, and sometimes you may be remembering this. Okay, anyway, we want to study and we want to take different examples. Usually genetic algorithms is used to solve various complicated problems in a very fast way. Okay, for example, TSP, traveling salesperson problem. TSP is a very complicated problem. Okay, we want to solve or we want to get an optimal or near optimal solution in a very fast way. So for that I can use genetic algorithm. So here we will study how can use genetic algorithm for solving TSP problem. Then how can use next problem is CNF satisfaction problem. You can note here CNF. Okay, CNF satisfaction problem. This is also a very difficult problem. Okay, this is also a very difficult problem. Difficult means it's a hard problem in computer science. Okay, so
genetic algorithm can be used for this also. We will study the basics of that. Okay. We don't want to study in detail how we will solve CNF problem, but we want to just study the basics. Okay. Basics only. What is CNF satisfaction problem? What approach we should take to solve the CNS satisfaction problem using genetic algorithm. Next, we will study about what and this is another part. After studying genetic algorithm, we will study classifier systems. Okay, this is another topic. And this is a descriptive topic, classifier system. And what is classifier system? This is the block diagram of a classifier system. And how can you use classifier system? What is the application? Which are the components, etc. We want to study. Okay. Okay. This all topics from the classifier system. This is also an important topic. And the last is genetic programming. Okay, this is the last portion is genetic programming. So, what is genetic algorithm? We know what is genetic algorithm, and genetic program is programming. You can note the term programming. Okay, so programming means we want to apply the genetic algorithm concept in programming. Okay, so we want to create intelligent programs. Okay, programs that can evolve over time. That is called the genetic program. Genetic program means it's a program. Basically, you know what is a program, and genetic programming means that program. Suppose you written a program, that program evolve over time. Okay, that is called genetic programming. You want to study the genetic programming approaches in the last part. So these are the topics we want to discuss in the module 5. Okay, so module 5 is a very lengthy module, and we want to start from the concept learning. Okay, and the version space search. We want to start from here. Okay, so okay. Next, so which are the topics? One is concept learning, and that version space search. Next is backpropagation learning and neural network. Another is genetic algorithm or social and emergent models of learning. Then classifier systems. Then, and the last topic we want to study genetic programming. Okay. Anyway, now we are moving to the first part. Okay, the first part is concept learning and version space search. Okay, so this is the first part. And the version space search. Okay, what is meant by version space and which are the algorithms we can use? Okay, so what is meant by version space search? You can just note that what is version space search means. A version space in bracket concept space. Okay, a version space. 1 minute. Okay, anyway, what is version space? You can note a version space consists of okay, then version space search. Okay,
A version space or concept space of the concept to be learned is created. So what should be our approach is, first we want to create the version space. Okay. So if a problem is given to you, then first you should create the version space. Okay. So that is the first part in this approach. Okay. In this approach of version space search, first you want to create the version space of the problem. You want to create the version space of the problem. That is the first part. Okay. Next, what you want to do? We can note here, a version space of the concept to be learned is created. Then a search on the concept space or version space is done or performed to find a concept that is consistent with all the training examples. Okay. So first you want to create a version space, then a version space search is performed. A search algorithm is applied. Which are the different search algorithms? Specific to general search or general to specific or candidate elimination algorithm is applied on the that version space to get a solution, to find a concept that is consistent with all the training examples. The solution should be consistent with the training examples we used. Okay, that is the version space search approach. Okay, so first we want to create a version space. Then we want to apply any of the search method on this and want to find out the concept or solution. Okay, then that solution should be consistent with all the training example. The solution should be consistent with the training example. For example, we can take an example of version space search. Consider an object and the parameter of that objects are sizes, color and shape. There are three parameters for that object. But the properties of object are size will take the value large comma small. Colors will take the value red, white, blue. Shapes will take the value ball, brick, cube. So basically an object is characterized by using sizes, its size, its color, its shape. And what are the properties of the object? Means already defined. Size will take the value large, small. Colors will take the value red, white, blue. Shapes will take the value ball, brick, cube. Then various generalization operator or replacing constants defines the version space. So this is the problem. Then we want to create the version space from this for this problem. Okay, we want to create the version space of this problem. So in order to create the version space, we can use various generalization operators. This is a university question. One in the question paper they asked which are the generalization operations used for creating the version space. So generalization operations are used to create the version space. Okay, just note it. Various generalization operations, example replacing constants with variables, etc. Various generalization operations. We can use various generalization operations to create the version space. Okay.
So in the first part we want to study what is version space, how can create the version space. You can note here, version space contains set of hypotheses that is consistent with the training data. Okay. So first we are saying what is version space. It contains set of hypotheses that is consistent with the training data. For example, you can note here, this is the version space. Okay. If a problem is given, then we can write the version space in this way. There will be a training examples. You can note at the bottom. At the bottom, the given training examples itself are the hypothesis. Given training examples itself is the is considered as hypothesis. Okay, you can note hypothesis. Hypothesis means what? Hypothesis means solution. Okay, in the bottom of this concept space, the given training examples itself is the solutions. Then in the top is top part. This is top. Top of the version space is the most general hypothesis. Okay. In between this bottom and top, there are several hypotheses that constitute the version space. Version space. G and S. You can note here G and S. So all space we call the concept space. Concept space. And this is an example of the version space of our problem. You can note here, this is the shape. You can note here at the top. You can note here an object of in bracket x comma y comma z. Okay, this is the most general hypothesis. Okay, what is most general hypothesis? That is an object in brackets, the variables are given x comma y comma z. But what is most specific hypothesis? You can note here object in bracket, x will take the value small, y will take the value red, z will take the value bold. Then this is a most specific hypothesis. Okay. So what is most general hypothesis means? In the most general hypothesis, it consists of all variables, only variables within the bracket. And in the most specific hypothesis, it consists of the different values taken by the variable. Okay. For example, in the case, which are the different values it will take? An object will take small red. Small is the x will take the value small, y will take the value red, z will take the value bold. Or next another is x will take the value large, y will take the value red, z will take the value bold. And another is object small white bold. Okay, so this is the bottom level is called the most specific hypothesis, which is actually the training examples itself. And the top level is most general hypothesis. It contains the variables only. Okay, there is no value assigned to the variable. There is no value assigned to the variable. Okay, and in between you can note here you can note this. Okay, this one, object small comma x comma board. What is it? Basically
only one variable is there. Okay, one variable x is there, and for other variables, value is assigned. Okay, you can note here. This is the next level. This is the bottom level. The bottom level, for all variables, value is assigned, and above the bottom layer, for only one variable, for only two variables, value is assigned. One variable is remains kept there. You can note here. So this is the, and above that, you can note here, object x comma y comma bool. What is meaning? For only one variable, value is assigned, and for other variables, no value is assigned. In this way, the version space is created. Okay, so basically the bottom level consists of only, for all variables, value is assigned, small red ball. Okay, and the top level, value is not assigned for any variable x, y, z. Okay, and above the bottom level, for one variable, value is not assigned, and above that, for two variables, value is not assigned. In this way, we will write the version space of that problem. So next, we want to study the various generalization operators. Which, to create the version space, this is the version space. Okay, this is the version space. This graph is the version space, and to create the version space, we can use this generalization operator. One is replacing constant with a variable. For example, this we can replace ball. Ball is a value. We can replace the ball with the variable. That is one operation. Another is dropping conditions from a conjunctive expression. For example, there are different hypotheses written in this way. Using conjunction, then we can remove one's conjunction. That is another operation. And the third one is adding a disjunct to an expression. That is, there are several intersection operations. We can add a union operation. You can note here, replacing an conjunction with the disjunction. That is the third operation. And the fourth is replacing a property with its parents in a class hierarchy. Okay, this is the fourth operation. And the last is more general operator. So these are the different operations, generalization operation we can apply to create a version space. Okay, so this is about today's class, and you can give the attendance. First is Abhilash. Okay, Abhilash next. Abhinav, okay. Abhinav next. Arjun. Anusri, okay. Arjun present ആണോ? Arjun absent ഉണ്ട്. Adul Dinesh. Adul Satyabal, Ashwin P, okay. Okay, next. Fajar, Fabina absent ആണോ? Arjun, Fabina absent ആണ് ഇടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് എന്നിട്ട് ലെഫ്റ്റ് അയക്കും. ജാസിൽ, റമീസ്, ശരത്ത്, മിഥിലാജ്, ഓക്കെ. സർഗ പ്രസന്റ് അല്ലേ? ഷബ്ന, ഓക്കെ. സൗരഭ്, ശ്രീരാജ്, അർജുൻ ഇപ്പം എന്താണോ?
വിഷ്ണു സുബിൻ രാജൻ, ദിദിന, ഹരിത, അമൽ സന്തോഷ്. ഓക്കെ. അശ്വതി. സർഗ ആബ്സെന്റ് ആണോ ഇന്ന്? സർഗ ആബ്സെന്റ് ആണോ? സർഗ ആബ്സെന്റ് ഇടുന്നുണ്ട്. ഓക്കെ. അർജുൻ ഇപ്പോഴും വന്നതാണോ? അൻസബ് ആബ്സെന്റ് ആണോ? അൻസബ്. ഓക്കെ. ഓക്കെ, താങ്ക് യു.